ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സൽവാറിൻ്റെ പാറ്റേൺ മേക്കിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് മെഷർമെൻറ്റ് വേണം. ലെങ്ത് വേണം, സീറ്റ് റൗണ്ട് വേണം, ബോട്ടം റൗണ്ട്, ക്രോച്ച് ഡെപ്ത്. ഈ 4 മെഷർമെൻറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സൽവാർ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കാം. ഇനി ക്രോച്ച് ഡെപ്ത് പലർക്കും അറിയത്തില്ല എന്താണ്. അപ്പോൾ അതാ ഈ വേസ്റ്റ് ലൈൻ മുതൽ നമ്മൾ ഇരിക്കുന്ന ആ ചെയറിൻ്റെ ആ ഒരു ലെങ്താണ് കേട്ടോ. ഇനി നമുക്ക് പാറ്റേൺ പേപ്പർ എടുക്കാം. സ്കെയിൽ വേണം, പെൻ ഓർ പെൻസിൽ, സിസർ. അപ്പോൾ ഇത്രയും ടൂൾസ് മാത്രം മതി. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പാറ്റേൺ ഷീറ്റ് ഇല്ലാത്തവർക്ക് ന്യൂസ് പേപ്പറിൽ ചെയ്യാം. ഞാനിവിടെ 40 ഇഞ്ചസ് ലെങ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 40 ഇഞ്ചസ് ലെങ്ത്തുള്ള ന്യൂസ് പേപ്പർ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് 1/2 ഇഞ്ച്. നമ്മൾ എന്ത് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴും 1/2 ഇഞ്ച് മുകളിൽ നിന്നും വിട്ടു കൊടുക്കണം കേട്ടോ. സൽവാർ പാൻറ്റിന് 2 പാർട്ട് വരുന്നുണ്ട്. വേസ്റ്റ് പോർഷനും വരുന്നുണ്ട്, ബോട്ടം പോർഷനും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേസ്റ്റ് പോർഷനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 2.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വള്ളി കൊരുക്കാനായിട്ട് നമ്മൾ മടക്കി തയ്ക്കില്ലേ, ആ ഒരു പോർഷനാണ് കേട്ടോ. അതാണ് 0.1 എന്ന് പറയുന്നത് 2 ഇഞ്ച്. പിന്നെ ഫോർ കേസിങ്. ഓക്കെ, ഇനി 0.2 അതായത് നമുക്ക് എത്ര വണ്ണം എടുക്കണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സീറ്റ് റൗണ്ട് ഞാനിവിടെ 40 ആണ് എടുത്തിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ 4 + 2 ഇഞ്ച്. അപ്പോൾ നമുക്ക് 12 ആണ് കേട്ടോ കിട്ടുന്നത്. അത് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി 2, 3 എന്ന് പറയുന്ന പോയിൻറ്റ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 0.1 = 2, 3. അപ്പോൾ ഇത് 2 ഇഞ്ചാണ്. ഓക്കെ, ഒരു വേസ്റ്റ് പീസിന് നോർമലി 6 ഇഞ്ചസ് ടു 8 ഇഞ്ചസ് വരെ നമുക്ക് ലെങ്ത് എടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചസാണ് കേട്ടോ എടുക്കുന്നത്. എനിക്ക് വലിയതായിട്ട് കിടക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 എന്ന പോയിൻറ്റിൽ നിന്ന് താഴേക്ക് 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 to 4 = 3 to 5 എന്ന് പറയുന്നത് 8 ഇഞ്ചസാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 4, 5 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സീം അലവൻസ് കൊടുക്കാം, തയ്യൽ തുമ്പ് കൊടുക്കാം. 4 to 5 എന്ന് പറയുന്ന പോയിൻറ്റിൽ നമുക്ക് 1/2 ഇഞ്ചും 5 to 2 എന്ന് പറയുന്ന പോയിൻറ്റിൽ 1 ഇഞ്ചുമാണ് കേട്ടോ സീം അലവൻസ് കൊടുക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വേസ്റ്റ് പോർഷൻ്റെ ഡ്രാഫ്റ്റിംഗ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മാർക്കിംഗ് കൊടുക്കാം. ഓൺ ഫോൾഡ് വരുന്നിടത്ത് ഓൺ ഫോൾഡ് കൊടുക്കാം. ഗ്രെയിൻ ലൈൻ കൊടുക്കണം. കട്ട് നമ്പർ 2. ഇനി നമുക്ക് ബോട്ടം പോർഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ ഒരു പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 ഇഞ്ച് മുകളിൽ നിന്ന് വിട്ടു കൊടുക്കാം. ഇനി 6 to 7 എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് മൈനസ് വേസ്റ്റ് ബാൻഡ് ഹൈറ്റ്. നമ്മൾ ടോട്ടൽ ലെങ്ത് 40 ആണ് എടുത്തത്. ഇനി അതിൽ നിന്ന് വേസ്റ്റ് ബാൻഡ് ഹൈറ്റ് 8 ആണ്. അപ്പം അത് നമ്മൾ മൈനസ് ചെയ്യാം. അതിനുശേഷം +2 ഇഞ്ച്. അപ്പോൾ കിട്ടുന്ന എത്രയാണോ അത് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ പോർഷൻ നമുക്ക് 6, 7 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ ലെങ്താണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടേ. ഓക്കെ, അപ്പോൾ സൽവാറിൻ്റെ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൽവാറിൻ്റെ വണ്ണം എത്രയാണെന്ന് എടുക്കണം. അപ്പോൾ 6 എന്ന പോയിൻറ്റിൽ നിന്നും 1 to 3 നമ്മൾ മുകളിൽ നേരത്തെ വേസ്റ്റ് പോർഷനിൽ എത്രയാണോ എടുത്തത് +6 ഇഞ്ച് എക്സ്ട്രാ. 6 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത് ഗ്യാദേഴ്സ് കൊടുക്കാനാണ്, പ്ലേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ പോയിൻറ്റ് നമുക്ക് 8 എന്ന് കൊടുക്കാം. അതിനുശേഷം ആ 8 എന്ന പോയിൻറ്റിൽ നിന്നും താഴേക്ക് ക്രോച്ച് ഡെപ്ത് നമ്മൾ നേരത്തെ 12 ആണ് കേട്ടോ എടുത്ത മെഷർമെൻറ്റ് ചാർട്ടിൽ വെച്ചിരുന്നത്. മൈനസ് വേസ്റ്റ് ബാൻഡ് ഹൈറ്റ് 8 അല്ലേ നമ്മൾ നേരത്തെ വേസ്റ്റ് ബാൻഡിന് എടുത്തത്. ആ 8 ഇഞ്ചസ് മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബോട്ടം റൗണ്ട് 7 എന്ന പോയിൻറ്റിൽ നിന്നും ബോട്ടം റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ പോയിൻറ്റ് നമുക്ക് 10 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 9 to 10 നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 7, 10 എന്ന പോയിൻറ്റിലും 10 to 9 എന്ന പോയിൻറ്റിലും 9 to 8 എന്ന പോയിൻറ്റിലും 1 ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ സീം അലവൻസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കി പോർഷൻസ് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ഓൺ ഫോൾഡ് മാർക്ക് ചെയ്യണം, ഗ്രെയിൻ ലൈൻ മാർക്ക് ചെയ്യണം, കട്ട് നമ്പർ 2. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സ്വന്തം സൽവാർ. ഞാൻ എൻ്റെ മെഷർമെൻറ്റിൽ ചെയ്തതാണ്. ഇതുപോലെ ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പെൻസിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പെന്ന് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനൊരു ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബോട്ടം പോർഷൻ ഇതാണ്. നമ്മൾ സൽവാർ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സൽവാറിന് 2 മീറ്റർ ഉണ്ടാകും. അപ്പോൾ ഇത്
നാലായിട്ട് മടക്കി ഇതുപോലെ ഫോൾഡാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ ചെയ്ത പാറ്റേൺ ഷീറ്റ് വെച്ച് കൊടുക്കണം. വേസ്റ്റ് പോർഷനും വെച്ച് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് പാൻറ്റിൻ്റെ പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേസ്റ്റിൻ്റെ പോർഷൻ കട്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ബൈ.